ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. യേശുമ്പരാൻ തന്നേച്ചു പോയ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും എല്ലാ അനുഗ്രഹവും ഒക്കെ യേശുവിൻ്റെ കൃപയാൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. ഞാൻ ആലോചിക്കുമായിരുന്നു ഏതെങ്കിലും അനുഗ്രഹം പറയാണ്ടിരുന്നതാണ്. മക്കളൊക്കെ ക്രിസ്തുയേശുവിൽ ലോകപ്രശസ്തരാകട്ടെ. നിങ്ങൾക്ക് മക്കളെയും മക്കളെ കാണുവാനും അവരുടെ നന്മ കാണുവാനും നന്മ അനുഭവിക്കുവാനും യേശുക്രിസ്തുവിൽ സാധിക്കട്ടെ. ഞാനൊക്കെ എപ്പോഴും അങ്ങനെ പറയും കേട്ടോ. നമ്മളതങ്ങനെ പറയണം കേട്ടോ, നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ. ചിലരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സംഭവിക്കും. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിന്റെ നാവിലാണ് നിനക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം നൽകിയേക്കുക. ഇതറിഞ്ഞ പിന്നെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് എപ്പോഴും പറയില്ലേ, ദൈവമക്കൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയും. നെഗറ്റീവ് പറയും. എൻ്റെ മക്കള് ഏതിലെ പോയാലും ആ ഒരു ഭാഗ്യവും ഇല്ല, പിന്നെ ആ ഭാഗ്യം ഉണ്ടാകില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞത് ക്യാൻസൽ ആക്കണം. എൻ്റെ മക്കൾ എവിടെ പോയാലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട കാരണം എപ്പോഴത്തേയും വാതിൽ തുറക്കും, ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. ഞാനും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിക്കപ്പെട്ടേക്കണ കാരണം ഞാനൊരു അനുഗ്രഹമായിട്ട് എവിടെ എന്തിനു പോകുമ്പോഴും എനിക്ക് എല്ലാ അനുഗ്രഹമായിട്ട് മാറും. ഇപ്പം നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരെ തന്ന യേശുമ്പരാൻ എന്നെ അനുഗ്രഹിച്ചില്ലേ? എന്തോ ഒരു മഹാഭാഗ്യം, ആർക്കെങ്കിലും കിട്ടണ ഭാഗ്യമാണോ ഇത്? എന്തോ ഒരു കൃപയാൽ അനുഗ്രഹിച്ചു, നിങ്ങളെ തന്ന് അനുഗ്രഹിച്ചല്ലോ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങി. യോഹന്നാൻ 17:3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഈ നിത്യജീവൻ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർത്തുകൊണ്ടിരുന്ന സ്വർഗത്തിൽ ചെല്ലണ കാര്യമാണ്. നിത്യത എന്ന് വെച്ചാൽ അവസാനം സ്വർഗത്തിൽ. ഇപ്പൊ പറഞ്ഞേക്കണേ അങ്ങനെയല്ലോ, ദൈവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന്റെ സ്വഭാവം പറയാൻ വന്നതാ യേശുക്രിസ്തു. അപ്പൊ ദൈവത്തെയും അവനയച്ച മകനെ അറിയുക എന്നത്, അറിയുമ്പോൾ തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ആദ്യം നമുക്ക് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലും സ്വർഗത്തിലും നമ്മുടെ ജീവൻ വിലയേറിയതായി, അത് നശിക്കില്ല. ഭൂമിയിലായാലും മരിച്ചു കഴിഞ്ഞു. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമൊന്നുമില്ല, ഇവിടെ തന്നെയാണ് സ്വർഗം എന്ന് പറയണു. ആയിക്കോട്ടെ, ഇനിയിപ്പം മരിച്ചു കഴിഞ്ഞ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അന്നേരം അവിടെ ചെല്ലുമ്പോൾ വല്ലതും ചെയ്യാൻ പറ്റുമോ? പിന്നെ നരകമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ ഭയങ്കര കഷ്ടപ്പാടല്ലേ? അപ്പം യേശുക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് നല്ല ക്യാരക്ടർ ആകുക എന്ന് മാത്രമേ ഉള്ളൂ. നിഷ്കളങ്കനും വിശുദ്ധനും ആകുക. അതാണ് യേശു അമ്പരാൻ പറഞ്ഞേക്കണം. അയൽക്കാരനെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കണം, ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കണം, ക്ഷമിക്കണം, കരുണ. ഇതുപോലത്തെ ഒരു ഹൃദയം വേണ്ടേ? സൗമ്യതയും താഴായ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ യേശു ക്രിസ്തു പറഞ്ഞ. അപ്പോൾ നമുക്കൊക്കെ ആഗ്രഹമില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാകാൻ, നമ്മുടെ മക്കൾ അങ്ങനെയാകാൻ. മക്കൾ തുള്ളിച്ചാടിയെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ യേശു, എന്നെയൊക്കെ എൻ്റെ അപ്പനും അമ്മ എന്തോരം കഷ്ടപ്പെട്ടായിരിക്കും വളർത്തി. എനിക്ക് എപ്പോഴും തുള്ളലും ചാട്ടോ ഏറും പിടുത്തോ അങ്ങനെയൊക്കെ ഒരു ഇപ്പോഴും എനിക്ക് അതിൻ്റെ വിവരദോഷം മനസ്സിലാണ്. ഞാൻ പിശാചിൻ്റെ സന്തതിയാർന്നു. പിശാചിൻ്റെ സ്വഭാവമല്ലേ വെളിപ്പെടുത്തണേ. ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാക്കുന്നവനെ ദൈവമക്കളെന്നറിയപ്പെടും. അപ്പം നമ്മളെപ്പോഴും അങ്ങനെ ആകാനല്ലേ നിങ്ങൾക്കൊക്കെ ആഗ്രഹം? ഏത് വേണേലും തിരഞ്ഞെടുക്കാം, പിശാചിൻ്റെ സന്തതിയോ ദൈവത്തിൻ്റെ സന്തതിയോ. അപ്പോൾ നിത്യജീവൻ നിങ്ങൾക്ക് കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ. കാരണം നമ്മൾ മക്കളെ ക്രിസ്തുയേശു വളർത്തണം. നമ്മൾ തന്നെയല്ല, നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കും. നമ്മൾ കുടുംബമായിട്ട് ദൈവജനം എന്നറിയപ്പെടണം. നമ്മുടെ മക്കളൊക്കെ തലതെറിച്ചെന്നറിയാൻ നമ്മൾ ആഗ്രഹിക്കണ്ടല്ലോ. നമ്മുടെ തലമുറ ദൈവജനം എന്നറിയപ്പെടണം. നമ്മൾ യേശുവിനെ അറിഞ്ഞാൽ 1000 തലമുറേനെ അനുഗ്രഹിക്കണ ദൈവത്തിൻ്റെ പുറകെയാട്ടം നമ്മൾ പോണേ. 1000 തലമുറ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ബോറിംഗ് എന്നൊക്കെ തോന്നും. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ വരുമ്പോൾ അറിയാണ്ട് ദൈവത്തിനെ വിളിച്ചും പോകും. ബോറടിക്കുന്നവൻ പിന്നെ അവനവൻ്റെ ജീവിതത്തിലൊരു പ്രശ്നം. പണ്ട് എനിക്കങ്ങനെയായിരുന്നു. ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ അത് മാറി, ആ അസുഖം മാറി. എനിക്കൊരു അസുഖവും ഇല്ലല്ലോ. അപ്പോൾ എനിക്കതിൻ്റെ വിലയും വിഷമവും ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരൊക്കെ സാക്ഷ്യം പറയുമ്പോഴൊക്കെ എനിക്ക് കളിയാക്കും ചിരിയൊക്കെ ആയിരുന്നു. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയാൽ ആ ബുദ്ധിമുട്ട് മാറുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും സാക്ഷ്യവും പറയും, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുകയും ചെയ്യും, അതെല്ലാവരോടും പറയുകയും ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ച്, ഞാൻ രുചിച്ചറിഞ്ഞ് എന്നെ അനുഗ്രഹിച്ച യേശുവിനെ ആട്ടോ വെളിപ്പെടുത്തണേ. ആ യേശുക്രിസ്തു ചില്ലറക്കാരനല്ല. ഒരു കൂലിപ്പണി എടുത്ത് 30 വർഷം വരെ സ്വന്തം കുടുംബം നോക്കിക്കൊണ്ടിരുന്ന 3.5 വർഷം ഞാൻ പിതാവീന്നാന്ന് പറഞ്ഞ് ഇപ്പോഴും യെറുസലേമിൽ അവർ അഡ്മിറ്റ് ചെയ്യാത്ത ഒരു യേശുവിൻ്റെ പേരിൽ ലോകത്തിൻ്റെ ചരിത്രം 2ആക്കി. ഒരേ ഒരു ചരിത്ര പുരുഷനെ ലോകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ഒരേ ഒരു മഹാത്ഭുത ലോകത്തിലുണ്ടായിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. വലിയ ഗമയല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ആൾ ഇത്രയും വലിയ ഫേമസ് ആളാകുമ്പോൾ?
അപ്പം നിങ്ങൾ ഈ കൂട്ടുകാരനായിട്ടും അപ്പനായിട്ടും ഒക്കെ അങ്ങ് സ്വീകരിക്കുക. നമ്മൾക്ക് ഈ ലോക ചരിത്ര പുരുഷൻ്റെ പുറകെ പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാണെന്നറിയാമോ? ചുരിദാറിൻ്റെ അതിമനോഹരമായ വീഡിയോ. ആദ്യം ടെസർ ഫുള്ള് വർക്കാട്ടോ, ഫുള്ള് വർക്ക്, അപ്പടി വർക്ക്, നല്ല തിക്ക് വർക്കാണ്. ഷോൾ ഇങ്ങനെ 4499. എല്ലാത്തിനും സെയിം വില. ഇതിന് ചെറിയ വില കൂടുതലായിരുന്നു, എല്ലാത്തിനും വില ഇട്ടപ്പോൾ സെയിം വില ഇട്ടു. കാരണം ഫുള്ളിങ്ങനെ സ്ട്രൈസ് അല്ലേ, മറ്റേ ഇവിടെ വരെ സ്ട്രൈസ് വന്നിട്ട് പ്ലെയിനൊക്കെ ഇല്ലായിരുന്നു. ഫുള്ളിങ്ങനെ വർക്കുണ്ടേ, കാണാമല്ലോ വർക്കൊക്കെ. ഇന്ന് ഇച്ചിരി അടുത്ത ഇത് വെച്ചേക്കണേ, അകലേന്ന് കാണാൻ പറ്റിയില്ലല്ലോ നോക്കാം. ബോട്ടം കോട്ടൺ സിൽക്ക്. ഇത് സെറ്റൊക്കെ എടുത്തോട്ടോ, എല്ലാത്തിനും വില കൂടുതലാണ്, ഒത്തിരി വില വ്യത്യാസം വരും കേട്ടോ. ഡ്രസ്സൊക്കെ നേരത്തെ എടുത്തു, കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. കൊറോണ കഴിയുമ്പോൾ എല്ലാം വില താഴെ പോകുന്നു ഓർത്തിട്ട് നേരെ തിരിച്ചാ, എല്ലാത്തിനും വില കൂടി. നമ്മളൊക്കെ അങ്ങനെയാണ്, ഞാനൊക്കെ ഓർത്തോണ്ടേ കൊറോണ വന്നു ഇനി എല്ലാം വില കുറച്ച് കിട്ടുമെന്നൊക്കെ ഓർത്തോണ്ടായിരുന്നേ. പക്ഷെ നേരെ തിരിച്ചായിപ്പോയി. നല്ല ഒതുങ്ങിയിരിക്കണ സംഭവം കേട്ടോ, നല്ല പിങ്കും ബേജ് കളറില് ഷോളിൻ്റെ ഷോള്. പിന്നെ സിൽക്കിൻ്റെ ഷോളിനും ടോപ്പിനും നീളം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട, നല്ല നീളമുണ്ട്. 4499. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇച്ചിരി ബും ലുക്കൊക്കെ തോന്നിക്കുന്നവർക്ക് ഇതെടുത്തു. നല്ലൊരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ അരികത്തും ഉണ്ട് സീക്വൻസ് വർക്ക്. 4499 ഉള്ള സൂപ്പറാണ്. ഫങ്ഷനുകൾ വരുവാ, കല്യാണം വരുവാണ്. അപ്പം സമ്മാനം കൊടുക്കണമെങ്കിലും എടുക്കാം, നമുക്ക് ഇടണമെങ്കിലും എടുക്കാം. സിൽക്ക് ഇട്ടത് തന്നെയാട്ടോ, ഒരു ലുക്ക് ഉണ്ടല്ലോ. പിങ്ക് ബോട്ട് ചെയ്ത് ഷോള്, നല്ല സെറ്റുകളാട്ടോ. ഇനി അടുത്തത് ഒരു ഫങ്ഷൻ വെയർ ഡ്രസ്സാണ്. ടോപ്പിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ, സോഫ്റ്റ് സിൽക്ക്, നല്ല ഇവിടെ ഫ്ലീറ്റഡ് നല്ല ഇതൊക്കെ വെച്ചിട്ട് ഫിൻഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ സൂപ്പർ വർക്ക്, സിമ്പിളാണ്, പേസ്റ്റഡ് ചാർട്ടാണ്, ടോൺ ടു ടോൺ. ഷോളും അതിമനോഹരം. ബോട്ട് ചെയ്ത് 1690. നല്ല സെറ്റാട്ടോ, ചെറിയൊന്ന് കിട്ടും. ലൈലാക്ക് ഷോളിത് ബോട്ട് ചെയ്ത് 1690. ഈ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, കാരണം അതിൽ നല്ല മൂവിങ്ങാണ്. പിന്നെ ഇൻസ്റ്റ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിൽ നമ്മൾ രേവതി മേക്ക് ഓവർ നടന്നു, അതിപ്പോൾ മാറ്റി രേവതി വെഡ്ഡിങ് അടുത്ത ദിവസം വരും. അപ്പോൾ ആൾക്കാർക്ക് നോക്കിയിട്ട് കിട്ടണില്ലെന്ന് പറഞ്ഞു, അപ്പം മാറ്റി. ഇങ്ങനെ യൂട്യൂബിൽ രേവതി വെഡ്ഡിങ് എന്ന് അടിച്ചാലും മനുണ്ട് യൂട്യൂബിൽ. അടിപൊളി കളേഴ്സ് അല്ലേ, പീച്ച് പേസ്റ്റ് കളർ, കുറേ കളേഴ്സ് ഉണ്ട്. നല്ല ഗ്രാൻഡ് ബേജ് വിത്ത് ബേജ്, ഗോൾഡൻ ബേജ്, ആൻറ്റിക് കളക്ഷൻ, ആൻറ്റിക് കളറാണ്. സൂപ്പർ അല്ലേ? ഈ ഗോൾഡനും ബേജിനും ഒക്കെ ഭയങ്കര ഭംഗിയാണ്, ബ്ലാക്കും വൈറ്റും. മെറ്റീരിയലിൻ്റെ വില നോക്കൂല, അതിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ കളേഴ്സിന്. ആഷും മനോഹരമായ കളറാണ്. ഈ ഫോണിൽ കാണുമ്പോൾ എപ്പോഴും പിങ്കിൻ്റെയും റെഡിൻ്റെയും ഷെയ്ഡിനാണ് ബ്രൈറ്റ്നെസ്. എല്ലാവരും അത് ചോദിക്കും. ഇവിടെ വരുമ്പോൾ എല്ലാവരും നേരെ തിരിച്ചിങ്ങനെ എടുക്കും. വെച്ച് നോക്കുമ്പോഴും ഇടുമ്പോഴും ഭംഗിയാണ്. ഇതൊക്കെ എല്ലാം നല്ല കളേഴ്സാണ്. ഓൺലൈനിൻ്റെ ഒരു പ്രോബ്ലം ഇതാ, ഫോണിൽ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, സെയിം കളർ തന്നെ ചോദിക്കുമ്പോൾ ഈ കളറെല്ലാം വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കറിയാം ഈ കളേഴ്സാണ് അതിൽ എടുത്ത് കാണിക്കണത്. അടിപൊളി സംഭവം. ഇനി ഓർഗൻസ കണ്ടോ?
ഉള്ളിൽ വർക്ക് ചെയ്തേക്കണുണ്ടോ, ഷാഡോ വർക്ക്. ഷോൾ ടോൺ ടു ടോൺ ആണേ. ലൈനിങ് ഉണ്ട് തോന്നുന്നു അല്ലേ? ലൈനിങ്ങും ബോട്ടോടെ. റേറ്റ് എത്രയാണ്? റേറ്റും കുറവാണ്, 1499 ഉള്ളൂ. നല്ല രസമില്ലേ? നല്ല വർക്ക്. ബാക്കി പ്ലെയിൻ ആട്ടോ. 1499. ബോട്ടോ ലൈനിങ് മെറൂൺ. ഇതൊക്കെ മതി ക്രിസ്മസിന്. തനി റെഡ് വേണമെന്നൊന്നുമില്ല, റെഡിഷ് മെറൂൺ ആയാലും കുഴപ്പമില്ല. ഇത്തവണ എല്ലാവരും മൊത്തത്തിൽ ക്രിസ്മസൊക്കെ ആഘോഷിക്കുമല്ലേ. കെയർഫുൾ ആകുക. ആഘോഷമൊക്കെ നല്ലതാണ്. എത്ര കാലം ആഘോഷം കുറഞ്ഞിരിക്കണേ അല്ലേ ഇത്തവണ? അല്ല, കഴിഞ്ഞ വർഷം എല്ലാ വർഷവും ആഘോഷമൊക്കെ ഉണ്ടല്ലേ. കൊറോണ ആയത് കാരണം വീട്ടിലിരുന്ന കുടുംബാംഗങ്ങളുമായിട്ട് ആഘോഷിച്ചു. ലൈലാക്കി കേരളീയർക്ക് ആഘോഷമൊന്നും കുറയ്ക്കാറില്ലല്ലോ അല്ലേ. നമ്മൾ സന്തോഷിക്കണം, എപ്പോഴും ചിരിക്കണ അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത്. എനിക്ക് വലിയ ഇഷ്ടമാട്ടോ എപ്പോഴും ടൂറ് പോകാനൊക്കെ. ഞാൻ പോകാറില്ല, എപ്പോഴും ഒരിടത്തും പോകാറില്ല. എപ്പോഴും കടയിൽ വരുമല്ലേ, ഞായറാഴ്ചയും കടയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചുമ്മാ ടൂർ പോയി മേള അടിക്കണം. യേശുബ്രാൻ നമ്മുടെ എന്ത് ആഗ്രഹവും സാധിച്ചു തരുമല്ലോ. നീ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകണം. ലൈലാക്കി എപ്പോഴും ഓർക്കും പിന്നെ പോകാന്നേ. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമല്ലേ ടൂറ്. നല്ല ഇറക്കമുണ്ട് കേട്ടോ, ടോപ്പിനൊക്കെ ഇറക്കമുണ്ട്. ബോട്ടോ ലൈനിങ് നല്ല കളേഴ്സ് അല്ലേ. പേസ്റ്റൽ ബ്ലൂ. ഷോള് ഫുള്ള് വർക്ക്. ഒറിജിനൽ ക്രേപ്പ് ഷോളാട്ടോ. ഷോളിനെ വർണ്ണിച്ചില്ലല്ലോ. ഒറിജിനൽ ക്രേപ്പ് ഷോളാണേ. 4 വശവും ലേസ് വർക്കും ഉണ്ട്. ഒറിജിനൽ ക്രേപ്പ് ഷോള്. ഒരു ബും ലുക്കും ഉണ്ട്. ഇതിലൊരു സീക്വൻസ് വർക്ക് ഈ പൂവിൻ്റെ നടുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാമല്ലോ അല്ലേ? കാണാൻ പാടില്ലേ? ഇനി കട്ട് വർക്ക്. സോഫ്റ്റ് സിൽക്കിലാട്ടോ കട്ട് വർക്ക്. ഇത് നല്ല അറ. ആ കട്ട് വർക്കിൻ്റെ അറയൊക്കെ കണ്ടോ എന്ത് മനോഹരമായിട്ട് ചെയ്തേക്കണം. ഒറിജിനൽ കമ്പ്യൂട്ടർ ആയിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ. ഇത് റേറ്റ് എത്ര? 1190 മറ്റേ കട്ട് വർക്ക് ചെയ്ത് കിട്ടുമോ? ഇത്രയും കട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്നതിൽ 600-700 രൂപയൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? ആയിരിക്കും. ഷോളാണെങ്കിൽ നല്ല സോഫ്റ്റ് ഷോളും. ഷോള് ഫുൾ എംബ്രോയ്ഡറി ഉണ്ട്. ഈ റോസാപ്പൂവിനെ ഇതിലും വെച്ചിട്ടുണ്ട്. ഇതൊരു റോസാപ്പൂലല്ലേ കട്ട് വർക്ക്. ബോട്ട ഇത് 1190 ഉള്ളൂ കേട്ടോ. സൂപ്പറാ. സോഫ്റ്റ് സിൽക്കുമാണ്. കട്ട് വർക്കിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. കാണിക്കുമ്പോഴും ആൾക്കാർ പെട്ടെന്ന് എടുത്തോളൂ. ഷോളിത് ബോട്ട ഇത് 1190. ബ്ലൂ. സഫയർ ഗ്രീൻ ഷോളും കോമ്പിനേഷനും. ഇത് റെഫ്യൂസിനും കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ സ്പീഡിൽ പോവാം. വലിയൊരു ആടിത്തൂങ്ങലുണ്ട്, കുറേ സാധനം കാണിക്കാൻ. ഇച്ചിരി സ്പീഡിൽ പോവാം. കണ്ടല്ലോ അല്ലേ? സഫയർ ഗ്രീനും ബ്ലൂ. എനിക്ക് ഇച്ചിരി ഉഴപ്പുണ്ട്. ഉഴപ്പൻ സ്വഭാവം മാറിക്കിട്ടും. മടി. ഡാർക്കും ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും ബോട്ടിൽ ഗ്രീനും നല്ല രസമാണ്. തിരുരോന്ന് എടുത്തോ. 1190 അല്ലേ ഉള്ളൂ. ഇനിയുണ്ടോ? ഇതാ പോന്നെ. ഇതിൻ്റെ കളേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ? ഇത് ലൈലാക്കും റെഡും. ഇതിൻ്റെ ആ കോമ്പിനേഷനൊക്കെ കണ്ടല്ലോ അല്ലത്. അറയും കട്ടുവർക്കൊക്കെ സൂപ്പറാട്ടോ. 1190 ഉള്ളേ. അതെ, വീഡിയോയിലുള്ള വാട്സപ്പ് നമ്പറിട്ട് തന്നെ ഇറങ്ങണം കേട്ടോ. എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞില്ല, ഞാൻ താമസിച്ചെത്തുള്ളൂ. വരുമ്പോൾ ചിലപ്പോൾ ബ്യൂട്ടി പാർലറിട്ട് വിളിക്കാം, അങ്ങോട്ട് ഓടും, അങ്ങനെയൊക്കെ മൊത്തം ഓട്ടാലോ. അപ്പോൾ അവർ കൃത്യം മറുപടി പറയും. 10 മണി മുതൽ 6 മണി വരെ ഉണ്ട്. വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. മറുപടി പറഞ്ഞില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പർ വിളിച്ചാൽ മതിയേ. ഓക്കെ, താങ്ക് യു. മഞ്ഞ ഗ്രീൻ നല്ല കോമ്പിനേഷൻ. ഞാൻ ഈ ഫോണിൽ പറയണ പോലെ പറഞ്ഞിട്ട് ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് നിർത്താമെന്ന് ഓർത്തോണ്ടിരിക്കുക. വീഡിയോ ഒന്ന് മറന്നുപോയി. ആഷ പിങ്ക്. നല്ല കോമ്പിനേഷനുകളല്ലേ? ഇനി ഒരു അടിപൊളി സെറ്റാക്കാം.
എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി. സോഫ്റ്റ് സിൽക്ക് പ്രിന്റഡ് സിൽക്ക്. പ്രിന്റ് കാണാവോ? സെൽഫ് പ്രിന്റ് വർക്ക്. സോഫ്റ്റ് സിൽക്കിൽ നല്ല തിക്ക് വർക്ക്. ഷോള് ഫ്ലോറൽ പ്രിന്റ് കണ്ടോ? സോഫ്റ്റ് ഷോളാട്ടോ, ഫ്ലോറൽ പ്രിന്റിൻ്റെ. ബോട്ടം കോട്ടൺ സിൽക്കും. നല്ല ഗ്രാൻഡ് വെറൈറ്റി സെറ്റാ. റേറ്റ് എത്ര? 1790. ആഷ്. ബോട്ടം ഇതിന്റെ സാൻഡോൺ, ചിലതിന്റെ കോട്ടൺ സിൽക്കാണല്ലോ. നല്ല രസമുണ്ട് കേട്ടോ. വർക്കൊക്കെ കണ്ടല്ലോ അല്ലേ? 1790. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാട്ടോ നിൽക്കണം. ഇനി ബ്രൈറ്റ്നെസ് ഒന്നും തോന്നണ്ടെന്ന് ഓർത്ത് ഞാൻ ഇച്ചിരി മൊത്തം ഡിമ്മായാലും വേണ്ടില്ല, നിങ്ങൾക്ക് കിട്ടുമ്പോൾ ബ്രൈറ്റ് ആയിട്ടിരിക്കട്ടെ. $1790. അടിപൊളി ഷോൾ. ലൈലാക്ക്. ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ. ബോട്ടം സാൻഡോൺ, ചിലതിന്റെ കോട്ടൺ സിൽക്കാണ്. ഒരു സോഫ്റ്റ് സിൽക്ക്, സെമി സിൽക്കിലെ യോക്കിൽ വർക്കുള്ള സോഫ്റ്റ് ആട്ടോ, ഒത്തിരി സോഫ്റ്റ് ആട്ടോ, തിക്ക് വർക്ക്. ഇറക്കമൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം കോട്ടൺ ആണേ. ഷോളും അതിമനോഹര ലക്നോവി വർക്ക് അടിച്ച് നാല് വശം ഇല്ല, 2 വശം ഷോള് ഫുള്ള് വർക്ക്. കണ്ടോ? വർക്കടിച്ചേക്കണ കണ്ടോ? ഉള്ളും സോഫ്റ്റ് ഷോളും ടോപ്പും ഷോളും ഒക്കെ അതിമനോഹരം. ബോട്ടം ചെയ്ത് റേറ്റ് എത്രയാ? 990 ഉള്ളൂ. പെട്ടെന്ന് ബുക്ക് ചെയ്തു. അടിപൊളി കോമ്പിനേഷനുകളാണ്, ഗ്രീനും മെറൂണും. ഷോൾ ഫുൾ ഉള്ളിലൊക്കെ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ? ബോട്ടം ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാം ഓപ്പണൊക്കെ ആയില്ലേ, സ്കൂളും കോളേജുകളും എല്ലാം. ജനുവരി മുതലെല്ലാം പഴയതിനേക്കാളും നന്നായി. യേശുവിൻ്റെ കൃപയിൽ ആർക്കും കൊറോണ വരാണ്ടിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് 2 പ്രാവശ്യമൊക്കെ കൊറോണ വരുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞില്ല. കൊറോണ 2 പ്രാവശ്യം വന്നു. എൻ്റെ ദൈവമേ, എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പോൾ കൊറോണയെ പറ്റി കേൾക്കാത്ത കാരണം നമ്മൾ കെയർലെസ് ആകരുത് കേട്ടോ. യേശുവിൻ്റെ രക്തമുദ്ര എപ്പോഴും ധൈര്യം, അത് ഇമ്മ്യൂണിറ്റി പവറിനെ വർദ്ധിപ്പിക്കും. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, യേശപ്പനൻ്റെ കർത്താവും സങ്കേതവും കോട്ടയുമാണ്, ഒരു ദോഷം എനിക്ക് സംഭവിക്കില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിനെ സമീപിക്കില്ല. ആമേ. ഇത് വിശ്വസിക്കും. യേശപ്പൻ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നിനക്ക് കടുകുമണിയോളം എന്നോട് വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്ക് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമെന്ന്. എൻ്റെ വിശ്വാസക്കുറവിലാണ് എനിക്ക് പല അനുഗ്രഹങ്ങളും കിട്ടാത്ത. മെറു നല്ല രസയില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവനാമ മഹത്വം കാണും. ഗ്രീൻ ബോട്ടം. അടിപൊളി സെറ്റാട്ടോ. ഈ 990 ഇത് സൂപ്പറാണ്. അടിപൊളി സെറ്റ്. ഒത്തിരി സെറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സെറ്റാന്ന് പറയാം, ഇഷ്ടം പോലെ സെറ്റ്. അതിനാ വെച്ചാൽ എപ്പോഴും നമുക്ക് കസ്റ്റമറും ഉണ്ട്. ഇതിൽ കൂടെ പോകുമ്പോൾ എല്ലാ കസ്റ്റമറും യേശുവിൻ്റെ കൃപയാൽ ഇങ്ങടെ നമ്മുടെ കടയിൽ കയറുവേ. അപ്പോൾ എപ്പോഴും കുറേ ഡ്രസ്സ് അവർ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വെച്ചത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് സങ്കടം വരണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഒരു 2 വീഡിയോയ്ക്കുള്ള സെറ്റും കൂടെ കാണും. ഇത് കണ്ടോ? ഇത് ഈ പ്രിന്റഡ് സിൽക്കിൻ്റെ കൂട്ടത്തിൽ കണ്ടോ? ഒരു കുഞ്ഞ് ബാത്തിക് ഡിസൈൻ പോലെ സോഫ്റ്റ് സിൽക്കാട്ടോ, പ്രിന്റഡ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. ഷോളൊക്കെ കണ്ടോ? സൂപ്പർ പ്രിന്റഡ് ഷോൾ. ഇത് പ്രിന്റഡ് സിൽക്ക് ഇല്ലേ, 4000 ഒക്കെ അതിൻ്റെ ഫസ്റ്റ് കോപ്പി. ബോട്ടം ഇത് റേറ്റ് എത്രയാണ്? 1790. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങളിപ്പോൾ ചാടി എല്ലാവരും എടുക്കും. സോഫ്റ്റ് ആയിട്ട് ടോപ്പ് 1199. കളേഴ്സും അതിമനോഹരം.
ആ കോമ്പിനേഷനും ഷോളും ഒക്കെ ഇങ്ങടെ ഭയങ്കര ഗ്രാൻഡ് അല്ലേ. ഡാർക്കും ലൈറ്റും, ബോട്ടം ലൈറ്റും, നല്ല കോട്ടൺ ബോട്ടം ആട്ടോ. ജൂട്ട് ഫീലിങ്സ് ഉള്ള ഒരു കോട്ടൺ ബോട്ടം. 1199 ഉള്ളേ. ഇങ്ങനെ എംബ്രോയിഡറി ഒന്നും ഇഷ്ടമില്ലാത്ത ഒത്തിരി മനുഷ്യരില്ലേ, അവർക്ക് ഒത്തിരി രസമുള്ള ചുരിദാർ. ശാന്തശീലത ഇല്ലേ, ശാന്തശീലർക്ക് ഒത്തിരി നല്ലതാണ്. ബോട്ടം ഇതേ 1199 ഉള്ളേ. ഇനി ഒരു കുറഞ്ഞതിൽ എപ്പോഴും ഓർക്കൂല, ഫങ്ഷൻ വെയർ കുറഞ്ഞത് വേണ്ടേ. നല്ല വർക്കും നല്ല മെറ്റീരിയലും. ഇത് കണ്ട ഒരു ഒറിജിനൽ ഒരു റോ സിൽക്കിന്റെ ഫീലിങ്സ് ഇല്ലേ. ടോപ്പിലെ വർക്ക് നോക്കാം. ഷോളും സെമി സിൽക്ക് ഫുൾ എംബ്രോയിഡറി, ഫുള്ള് വർക്ക്. ഷോളിലൊക്കെ നല്ല നീളമുണ്ടേ, നീളമൊക്കെ ഉണ്ട് കേട്ടോ. ഷോളൊക്കെ വൺ സൈഡ് ഇട്ടാലായിരിക്കും ഇതിൻ്റെ ഭംഗി. ബോട്ടം സോഫ്റ്റ് സിൽക്ക് പോലത്തെ ഈ ബോട്ടം. റേറ്റ് എത്ര? 1090 ഉള്ളൂ. നല്ല സെറ്റല്ലേ? 1090ക്ക് നല്ല കളർ. ബ്രിക്ക് റെഡ്, ബ്രൗൺ, ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ലൈറ്റ്, പർപ്പിളാണ്, മുന്തിരി കളറും പിങ്കും. ഷോളിൻ്റെ അരികു വരെ നൂലൊക്കെ ഉണ്ട്. സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. ഇതേ ഷോള് കണ്ടോ. ഷോള് ശരിക്കും വണ്ണമില്ലാത്തവർക്ക്, ഈ വയറുള്ളവർക്ക് ഷോൾ ഇങ്ങനെ എറിയാട്ടോ നല്ല. അപ്പോൾ ഷോൾ ഇങ്ങനെ എടുക്കുമ്പോൾ വയറിലേക്ക് നോട്ടം വരില്ല. എനിക്കൊക്കെ തടിയുണ്ടായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിരുന്നെ. ഷോൾ എപ്പോഴും വൺ സൈഡ് ആട്ടോ നല്ല. വൺ സൈഡ് ഇടുമ്പോൾ അല്ലേ ഈ വർക്കൊക്കെ കാണുള്ളൂ. ബോട്ടം ഇത് 1190 അല്ലേ? അല്ല 1090 ഉള്ളൂ. സോറി, കഴിഞ്ഞ ഓണത്തെ അതിൻ്റെ അത് ഓർത്തുകൊണ്ടിരുന്നു. 1090. പേസ്റ്റ് കളറൊക്കെ ആട്ടോ, നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. 1090 ഉള്ളേ. നല്ല കോമ്പിനേഷൻ, നല്ല സെറ്റാണ്. 1090 ഉള്ളൂ. സൂപ്പറാണ്. തരൂന്ന് എടുത്തു. ഗ്രീൻ, ഷോളിങ്ങനെ ബോട്ട് ചെയ്ത് അടിപൊളി സെറ്റുകളാണ്. 1090. ഈ ഒരു ജോർജറ്റ് കാണിക്കാം. എപ്പോഴും നമ്മുടെ ജോർജറ്റ് ഓർഗൻസും ഒക്കെ താരം തന്നെയാണല്ലോ ഇപ്പോഴും. അതെ, ഇത് ലൈനിങ്ങാണോ? ഉണ്ടല്ലേ? ഉണ്ടോ? ആ, വിത്ത് ലൈനിങ്. ലൈനിങ്ങും ബോട്ടോടെ കൂടി ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ആട്ടോ. നല്ല രസം. അയ്യോ, അധികം കണ്ടില്ല, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ലൈറ്റ് വന്ന് ഡാർക്ക് വന്നിട്ട് യോക്കിൽ വർക്ക് പോയി. ഡബിൾ ഷെയ്ഡ് വിത്ത് ലൈനിങ്. റേറ്റ് എത്രയാ? 1099 ഉള്ളേ. ഷോളിൻ്റെ അരികത്തും ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റല്ലേ? നമ്മളിങ്ങനെ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ റണ്ണിങ് എടുത്താൽ. റണ്ണിങ് എടുക്കുമ്പോൾ ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റും ഒക്കെ അങ്ങനെയൊക്കെ ഇടാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ബോട്ടോ ഷോൾ എടുക്കാനേ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് അവർ ഡൈ ചെയ്തുണ്ടാക്കണേ. കോട്ടൺ ഒരു സെമി സിൽക്കും ഒരു 3-4 മെറ്റീരിയലിലല്ലേ ഡൈ ചെയ്യണേ. ബോട്ടങ്ങളൊക്കെ സാൻഡോൺ മെറ്റീരിയലിലും. ഇത് കണ്ടോ, നല്ല വർക്കല്ലേ? അതും കോൺട്രാസ്റ്റ്. എന്ത് ഭംഗിയ. 1099. നല്ല രസമില്ലേ? ലൈറ്റ് വന്നിട്ട് ഈ ഡാർക്ക്. ഷോളും ഇങ്ങനെ. ഇതിന്റെ ഷോൾ ഇങ്ങനെയാട്ടോ. ലൈറ്റും ഡാർക്കും എങ്ങോട്ട് വേണേലും തിരിച്ചിട്ടു. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇട്ടു. 1099. കോഫി ബ്രൗൺ, നല്ല ചാട്ടുവാ, പേസ്റ്റ് ചാട്ട. ഷോൾ ഇങ്ങനെയാട്ടോ കൊടുത്തേക്കണേ. ഹാഫ് ബ്രൗൺ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങോട്ട് ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് അരികത്ത് ഇച്ചിരി ബ്രൗണും വരും. 1099 ഇത്രയുള്ള ഇതിന്റെ. ഇത് നമ്മുടെ റീസ്റ്റോക്ക് ആണേ. ഇത് പല റേറ്റിന്റെ വന്നുണ്ടേ.
ഇത് ഈ വിലക്ക് നല്ലതാ. റേറ്റ് 1190 ഉള്ളൂ കേട്ടോ. നല്ല കളറല്ലേ. ബോട്ടം ആ ഒരു ചെറിയ ഗ്ലോ ഉള്ള ഡൈ ചെയ്യണ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കോട്ടൺ ഇതും സാൻഡോളിലും ഡൈ ചെയ്തിട്ട് നമുക്ക് കിട്ടണം. ഇനി വേറെ ഡൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നെറ്റൊക്കെ ഡൈ ചെയ്യാമല്ലോ. ദേ അടിപൊളി കളർ 1190 അല്ലേ. ആഷ് സൗന്ദര്യം വർദ്ധിപ്പിക്കും കേട്ടോ. കളർ കുറഞ്ഞവർക്കാട്ടോ ആഷ് ഒത്തിരി നല്ലത്. എല്ലാവരും ഓർക്കും വെളുത്തവർക്കാണ്. വെളുത്തവർക്ക് ലൈറ്റ് ആഷ് ഇടുമ്പോൾ അവർക്ക് കളർ കുറഞ്ഞവർക്ക് നല്ലതാണ് ഫേസിന്. 1190. ഞാൻ എല്ലാവരും നിർബന്ധിച്ചെടുപ്പിക്കും. ഞാൻ പറയും ഇത് ഇട്ടിട്ട് കൊള്ളൂലേ, പിന്നെ ഈ കടയിൽ വരണ്ടെന്ന് പറയുമ്പോൾ ധൈര്യസമയത്ത് എടുക്കും. ഇടുമ്പോൾ നല്ലതാണ്. എപ്പോഴും എല്ലാവരും ഇവിടെ പീച്ച് ഇട്ടിട്ട് അവരുടെ വീടെപ്പടിയും ബീച്ചാന്ന് തോന്നും. ഇതേ ഒരു ഓറഞ്ച് കൂടിയ ബീച്ച്, കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത്തവണ. ഗോൾഡൻ കളർ. പണ്ടൊരു സാരി ഇല്ലായിരുന്നു, സാരി കല്യാണ പെണ്ണുങ്ങളുടെ ഗോൾഡൻ സാരി. എന്നിട്ട് ഗോൾഡൻ സ്വർണ്ണോടെ വരുമ്പോൾ സ്വർണ്ണ പക്ഷീനെ പോലെ ഇരിക്കും. അതുപോലെ സ്വർണ്ണമൊന്നും ഇടണ്ട, ഈ ഗോൾഡൻ ചുരിദാർ ഇട്ടാൽ മതി. ഗോൾഡൻ 1190. ഗ്രീൻ, നല്ലൊരു ഗ്രീൻ. 1190. ഇനി ബേജ് കളർ, ഡാർക്ക്, നല്ല ബേജ് കളർ. ഷോള് കണ്ടല്ലോ അല്ലേ, അതിമനോഹരം ഇതിന്റെ ഷോളൊക്കെ കണ്ടല്ലോ അല്ലേ. നല്ല ഷോള് 1190 ഉള്ളൂ. ഇനി ബാത്തിക്ക് ഈ ബാത്തിക്ക് 1090 അല്ലേ. കഴിഞ്ഞ ദിവസത്തെ 990 ആയിരുന്നു, ഇത് 1090. ബോട്ടേന്ന് ഷോളൊക്കെ അതിമനോഹരം, കോൺട്രാസ്റ്റ്. ഇങ്ങനെ എന്നാ വ്യത്യാസം എന്ന് വയ്ക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. മെറ്റീരിയലിനൊക്കെ ചില സോഫ്റ്റ്നെസ് നമുക്ക് എങ്ങനെ കിട്ടണം, നമുക്ക് കിട്ടണതിൻ്റെ അനുസരിച്ചല്ലേ വില ഇടണേ. നല്ലതാ, പ്രിന്റും ഒക്കെ നല്ല രസമില്ലേ. ബോട്ടേത് 1090. പീച്ച്, ഇത് നീളമൊക്കെ ഉണ്ട് കേട്ടോ, നീളമുണ്ട്. പിന്നെ ബോട്ടം കൊണ്ടും ടോപ്പ് അടിക്കാം. എന്നായാലും ബാത്തിക്ക് ആൾക്കാരുടെ പ്രിയപ്പെട്ട സംഭവം കേട്ടോ. ബാത്തിക്ക് മാത്രം ഒരു പീസ് പോലും ഇരിക്കൂല, എപ്പോഴും ആൾക്കാർ ചോദിച്ചു. ഇട്ടാലും നല്ലൊരു ലുക്കല്ലേ ഈ ടോപ്പും ബോട്ടവും ഷോളും ഒക്കെ മെറ്റീരിയലേ. പിന്നെ ചുരിയൊക്കെ അടിക്കാൻ ഇത് പറ്റില്ല എന്ന് തോന്നുന്നു. പ്രിന്റൊക്കെ ഉണ്ടല്ലോ, ചുരി ഇങ്ങനെ ബേജ് കളർ ചുരിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ടും ടോപ്പ് അടിച്ചാലും കുഴപ്പമില്ല. ആഷും മെറൂണും ഇപ്പോൾ വെച്ചത് ഓറഞ്ചും പച്ചയാണ് കേട്ടോ. ഇത് ആഷും മെറൂണും ബോട്ടയിൽ അടിപൊളി സെറ്റാണ്. 1090. ഇനി ഗ്രീനും പീച്ചും. കുറേ സെറ്റ് കണ്ടില്ലേ, അടിപൊളി സെറ്റുകൾ കണ്ടില്ലേ. വേണ്ട സെറ്റൊക്കെ ഇങ്ങനെ അടിക്കുക. ആ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുമ്പോൾ 4 നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഇടുക. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ പറഞ്ഞുതരാം കേട്ടോ. പിള്ളേരെ അറ്റൻഡ് ചെയ്യണില്ലെന്നോ മറുപടി പറഞ്ഞില്ലേലോ. നല്ല പിള്ളേരാ, കുഴപ്പമൊന്നുമില്ലാണ്ട് നോക്കണ്ട്. ഇത് വേറെ ഇത് ഇപ്പം സമയമുണ്ടോ എനിക്ക്. ഇത് സിൽക്കില് യോക്കിൽ ഈ വർക്ക്. ബോട്ടം കോട്ടനെ. ഷോള് ബുട്ട ഷോള് 799. 799 രൂപയുള്ളൂ. നല്ല കളേഴ്സ്, സെമി സിൽക്കിൽ ഷോളിത് 799 രൂപയുള്ളൂ. പീച്ച് ഷോളിങ്ങനെ ബോട്ടം കോട്ടൺ ആട്ടോ. 799 രൂപയുള്ളൂ. നല്ല കളേഴ്സായി. കോളേജിൽ പോകാനും കുറേ ചുരിദാറൊക്കെ വേണ്ടേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒത്തിരി നല്ലതാണ്. ഫങ്ഷനിടാൻ നല്ല കളേഴ്സല്ലേ.
ലിറിൽ ഗ്രീൻ ആണോ, സഫയർ ഗ്രീൻ്റെ ലൈറ്റ് 799. ഇതിൻ്റെ കളർ ചാർട്ട് നല്ല നമുക്കല്ലേ ഒരു കോട്ടൺ സെറ്റ് കൂടെ ഉണ്ട്. പച്ച എടുത്തു വെച്ചേക്കണേക്കെ തീർത്തേക്കാന്ന് ഓർത്താ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. 2 മിനിറ്റ് കൂടെ മതി. 799. ഇനി കോട്ടൺ. ഈ കോട്ടൻ്റെ പ്രത്യേകത കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ പീസിൽ മാത്രം ഒരു സീക്വൻസ് പ്രൈസും കൊടുത്തിട്ടുണ്ട്. റണ്ണിങ് കൊടുത്തിട്ട് നല്ലൊരു ലുക്ക് അല്ലേ. ഷോള് നോക്കിക്കേ, സിൽക്ക് ഷോളാന്ന് തോന്നുന്നു. ഇതേ കണ്ടോ, സൂപ്പർ. ബോട്ടം നല്ല കോട്ടൺ, 990 രൂപയുള്ളേ. ശരിക്കും ഒരു സിൽക്ക് സെറ്റിൻ്റെ ഒരു ലുക്കില്ലേ. കോട്ടൺ സെറ്റ് അയാൾ തന്നെ ഗ്രാൻഡ് ലുക്ക് ഇരിക്കട്ടെ. നല്ല ഷോളിലൊക്കെ നല്ല നീളമുണ്ട് കേട്ടോ. നല്ല പ്യുവർ കോട്ടൺ ആണേ. 990. ഈ 2 കളറും ഉള്ള ഇതിനാണ്. ആഹാ, ഞാനിനി അടുത്ത സെറ്റ് ഒരു കെട്ടി സാധാരണ ഒത്തിരി കളർ വരുമല്ലോ. ഇതിന് 2 കളറേ ഉള്ളൂ. അപ്പോൾ യേശുബ്രാൻ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.